ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ പകർന്ന് നിന്റെ മഹത്വത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാനും അവിടുത്തെ വചനം പങ്കുവയ്ക്കുവാനും എന്നെ ബലപ്പെടുത്തണമേ. നിന്റെ വചനം കേൾക്കുന്ന ഏവരുടെയും ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്നത്തെ നമ്മുടെ സ്വല്പ സമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 50. എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽക്കുവാൻ ഉണ്ട്, അത് കഴിയുവോളവും ഞാൻ എത്ര ഞെരുങ്ങുന്നു. ബട്ട് ഐ ഹാവ് എ ബാപ്റ്റിസം ടു അണ്ടർഗോ, and how distressed I am until it is accomplished. ഇന്നത്തെ ചിന്താ വിഷയം ക്രൂശിലെ സ്നാനം, ബാപ്റ്റിസം ഓഫ് ദ ക്രോസ്. എന്താണ് കുരിശ്? ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ വേണ്ട ദർശനങ്ങളുടെയും രീതികളുടെയും ശക്തി നൽകുന്നതാണ് കുരിശ്. ദുഷ്ടതയിൽ അത് നിർമ്മിക്കപ്പെട്ടു, എന്നാൽ ദുഷ്ടതയിൽ നിന്നുള്ള വിടുതലായി ക്രൂശ് തീർന്നു. കൊലപാതകന്മാരെ തൂക്കിലിടുന്നതിന് പ്രാചീന കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ശാപവസ്തുവായി സാധാരണ ജനങ്ങൾ ഗണിച്ചിരുന്നതുമായ ക്രൂശ് എൻ്റെ പ്രശംസാ വിഷയമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിൻ്റെ രഹസ്യമെന്ത്? എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഗലാത്യർ 6:14. എന്നാൽ ക്രൂശ് ദൈവകരങ്ങളിൽ എത്തപ്പെട്ടപ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പും അഹന്തതയും സ്വാർത്ഥതയും മുറിച്ചു മാറ്റുവാനുള്ള ശസ്ത്രക്രിയ ഉപകരണമായി അത് മാറി. എന്താണ് ക്രൂശിലെ സ്നാനം? ക്രിസ്തീയ വിശ്വാസത്തിൽ ബാപ്റ്റിസം ഓഫ് ദ ക്രോസ് എന്നത് യേശു ക്രിസ്തു തന്റെ സഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും പൂർത്തിയാക്കിയ രക്ഷാകര പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇത് കേവലം വെള്ളം കൊണ്ടുള്ള സ്നാനമല്ല, മറിച്ച് രക്തം കൊണ്ടുള്ള സ്നാനമാണ്. ബാപ്റ്റിസം ഓഫ് ദ ബ്ലഡ് ഇതൊരു ദൈവ സ്നേഹത്തിന്റെ അടയാളമാണ്. ഇന്നത്തെ ചിന്താ വിഷയത്തെ ആസ്പദമാക്കി 4 ചിന്തകൾ. 1. യേശുവിന്റെ സഹനത്തിന്റെ പാത, ജീസസ് പാത്ത് ഓഫ് സഫറിംഗ്. യോർദാനിലെ സ്നാനം വിനയത്തിന്റെ അടയാളമായിരുന്നെങ്കിൽ കുരിശിലെ സ്നാനം ദൈവസ്നേഹത്തിന്റെ മുന്നോടിയാണ്. ക്രൂശിന്റെ സ്നാനം അർത്ഥമാക്കുന്നത് വി ആർ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. യോഹന്നാൻ 19-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇവിടെ നമുക്ക് 2 കൂദാശകൾ കാണാം. 1. രക്തം. ഇത് പാപമോചനത്തിനായുള്ള ബലിയെയും വിശുദ്ധ കുർബാനയെയും സൂചിപ്പിക്കുന്നു. 2. വെള്ളം. ഇത് ആത്മീയമായ ശുദ്ധീകരണത്തെയും ബാപ്റ്റിസത്തെയും സൂചിപ്പിക്കുന്നു. ലൂക്കോസ് 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ യേശു എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളവും ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞത് ഈ ക്രൂശിലെ സ്നാനത്തെ ഉദ്ദേശിച്ചാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും ക്രൂശുമരണത്തിലും കർത്താവിന്റെ സഹനത്തിന്റെ മാതൃക, ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞവരോട് ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞവരോട്, ബർന്നബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞവരോട്, ലോകാപവാദം യേശുവിനെ പറ്റി പറഞ്ഞപ്പം അവന്റെ മുഖത്ത് തുപ്പിയവരോട്, അവനെ പരിഹസിച്ചവരോട് യേശു ഒരു ഉത്തരവും പറഞ്ഞില്ല. ലോകം യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ ദൈവരാജ്യ പ്രവർത്തനം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ദൈവം ഉയർപ്പിലൂടെ അത് തുടരും എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. ഒരു ദുഷ്ടശക്തിക്കും ദൈവരാജ്യ വളർച്ചയെ തടയാൻ പറ്റുകയില്ല. ആ കുരിശിൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ടപ്പോൾ ദൈവിക ശക്തി ജയിച്ചു.
ഇതൊരാത്മീയ ബലിയാണ്. ക്രൂശിന്റെ സ്നാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും പ്രയാസങ്ങളും യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവ രക്ഷാകരമായി മാറുന്നു. ക്രിസ്തീയ അനുഭവത്തിൽ മുന്നേറുമ്പം നമുക്ക് നേരിടുന്ന പരിഹാസങ്ങൾ, കഷ്ടത, നിന്ന, വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെ തളർത്തരുത്. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച യേശുവിനെ ധ്യാനിക്കുക, പിന്മാറരുത്. ദൈവം നിശ്ചയമായും നമുക്ക് വിജയം തരും. 2. പാപ പരിഹാര ബലി, ദ സിൻ ഓഫറിംഗ് സാക്രിഫൈസ്. ക്രൂശിലെ മരണം മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം കുറച്ചു. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി, നമ്മുടെ പാപഭാരം നീക്കി നമ്മെ ശുദ്ധീകരിച്ചു. ക്രൂശിന്റെ സ്നാനം എന്നാൽ പാപമോചനത്തിനു വേണ്ടി യേശു സഹിച്ച സഹനവും ആ സഹനത്തിലൂടെ വിശ്വാസികൾക്ക് നൽകിയ പുതുജീവനുമാണ്. 1 John chapter 1:7 says, "The blood of Jesus, his son, cleanses us from all sin." യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിന്റെ ഭയങ്കരത്വം അത്രേ നാം ക്രൂശിൽ കാണുന്നത്. യേശു സുഖപ്പെടുത്തിയവരും കൂടെ അനുഗമിച്ചവരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശു ക്രിസ്തുവിനെ നിരസിച്ചു കളഞ്ഞ യഹൂദന്മാരുടെ പാപം, മനുഷ്യരെ ഭയപ്പെടുകയും മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നതിന് വിധേയനായ പീലാത്തോസിന്റെ പാപം, മഹാപുരോഹിതന്മാരുടെയും മതനേതാക്കന്മാരുടെയും അസൂയ, കൂടെ നടന്ന ശിഷ്യന്മാരുടെ അവിശ്വസ്തത, യൂദായുടെ വഞ്ചന, പണക്കൊതി. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ കാരണം യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി. നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മളെ തന്റെ മക്കളാക്കാൻ യേശു കാത്തിരിക്കുന്നു. നമുക്കും പറയാം, ലോർഡ്, ഐ ആം എ സിന്നർ, ഫോർഗീവ് മീ, ക്ലെൻസ് മീ, വാഷ് മൈ സിൻ. 51 സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. 51 സങ്കീർത്തനം 1-2 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ബഹുവിധ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. 3. അടിപ്പിണരാലുള്ള സൗഖ്യം. ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. ഐസിയ ചാപ്റ്റർ 53:5 says, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. എന്നാൽ 1 Peter 2:24 says, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അവനേറ്റ അടിപ്പിണരുകൾ, സ്ട്രൈപ്സ്, നമ്മുടെ രോഗങ്ങൾക്കും വേദനകൾക്കും ആത്മീയമായ തകർച്ചകൾക്കും പൂർണ്ണ സൗഖ്യം യേശു നൽകുന്നതാണ്. By his stripes we are healed refers to the spiritual, emotional and physical restoration secured through Jesus' suffering, flogging and death on the cross. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അടിപ്പിണരുകൾ മീൻസ് stripes, bruises, deep wounds. Jagged wounds means irregular edges, injury. തലയിൽ, കൈകളിൽ, കാലുകളിൽ ആണികൾ, തലയിൽ മുൾക്കിരീടം. അന്നത്തെ കാലത്ത് ക്രൂശീകരണത്തിന് ഉപയോഗിച്ച റോമൻ ആണികൾ 5 മുതൽ 7 വരെ നീളമുള്ളതായിരുന്നു. യേശുവിനെ കുരിശിലേറ്റുന്നതിന് മുന്നോടിയായി റോമൻ പടയാളികളിൽ നിന്ന് അതിക്രൂരമായി ചാട്ടവാറടി ഏറ്റു. യഹൂദ നിയമപ്രകാരം ഒരു കുറ്റവാളിയെ പരമാവധി 40 തവണ മാത്രമേ അടിക്കാൻ പാടുള്ളൂ. എന്നാൽ യേശുവിനെ
39 ചാട്ടവാർ അടി, 40-ൽ 1 കുറവ് എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. എല്ലുകളും ലോഹത്തണ്ടുകളും ഘടിപ്പിച്ച ഫ്ലാഗെല്ലം എന്ന പ്രത്യേകതരം ചാട്ടവാറാണ് അടിക്കാൻ ഉപയോഗിച്ചത്. മനുഷ്യന്റെ പാപങ്ങൾക്കും രോഗങ്ങൾക്കും വേദനകൾക്കും പകരമായി യേശു സഹിച്ച ക്രൂരമായ പീഡനയും അതുവഴി ലഭിച്ച ആത്മീയ ശാരീരിക സൗഖ്യമാണ് അടിപ്പിണരാലുള്ള യേശുവിൻ്റെ സൗഖ്യം. നമ്മുടെ പ്രയാസങ്ങളിലും രോഗങ്ങളിലും യേശു നമ്മളോടൊപ്പമുണ്ട്. യേശു അനുഭവിച്ച മുറിവുകൾ നമുക്ക് ആശ്വാസം നൽകും. A great exchange we can see at the cross. Jesus took human transgressions, sicknesses and sorrow, providing in return forgiveness, righteousness and health. നാലാമതായി നമ്മൾ കാണുന്നത് ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം, ടോട്ടൽ സറണ്ടർ ടു ഗോഡ്. ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ മരിക്കുന്നതിനെ പഴയ മനുഷ്യന്റെ മരണം, ഡെത്ത് ഓഫ് ഓൾഡ് സെൽഫ് എന്ന് സൂചിപ്പിക്കുന്നു. പാപപൂർണമായ ജീവിതം, സാർത്ഥത, ലൗകിക മോഹങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക എന്നതാണ് ഇതിനർത്ഥം. നമ്മുടെ പാപബോധത്തെയും പഴയ ശീലങ്ങളെയും ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ച് പാപത്തിന് മരിക്കുന്ന അനുഭവമാണിത്. കുരിശിലെ മരണശേഷം ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കുചേർന്ന് ആത്മാവിലുള്ള ഒരു പുതിയ ജീവിതം, റിസറക്ഷൻ ടു ന്യൂ ലൈഫ്, നാം ആരംഭിക്കുന്നു. പഴയ ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പോലെ വിശുദ്ധിയും നീതിയുമുള്ള പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുന്ന അനുഭവം. അങ്ങനെ നാം ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പങ്കാളികളാകുന്നു. നമ്മൾ പ്രതിസന്ധികളെയും വേദനകളെയും വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതിനെയാണ് ടേക്കിംഗ് അപ്പ് ദ ക്രോസ് എന്ന് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിച്ച് ദൈവഹിതത്തിന് കീഴടങ്ങണം. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വെല്ലുവിളികളും ക്രിസ്തുവിനു വേണ്ടി സഹനശക്തിയോടെ ഏറ്റെടുക്കുകയും അനുദിനം നമ്മളെ തന്നെ പരിത്യജിച്ച് ദൈവത്തെ സേവിക്കുകയും വേണം. യേശു തന്റെ ജീവൻ കുരിശിൽ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ നമ്മളും നമ്മുടെ ജീവിതം, ഭാവിയോടുള്ള ആശങ്കകൾ, പാപങ്ങൾ എന്നിവ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കണം. യേശുവിന്റെ കുരിശുമരണം സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യേശു സഹനങ്ങളെ പ്രതിരോധിച്ചില്ല, മറിച്ച് അത് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി ഏറ്റുവാങ്ങി. യേശു കുരിശു ചുമന്ന വഴിയിൽ നമ്മുടെ കഷ്ടപ്പാടുകളും ഭാരങ്ങളും യേശുവിനെ ഏൽപ്പിക്കുക. നമ്മുടെ അഹംഭാവം, അഹങ്കാരം എന്നിവ കുരിശിൽ മരിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രാന്തരാകാതെ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ദേഹം, ദേഹി, ആത്മാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കൺക്ലൂഷൻ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ക്രൂശിലെ സ്നാനം, ബാപ്റ്റിസം ഓഫ് ദ ക്രോസ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നാനം രക്തം കൊണ്ടുള്ള സ്നാനമായിരുന്നു. ഇത് മനുഷ്യർക്ക് നിത്യജീവൻ നൽകുന്ന അന്തിമവും പൂർണ്ണവുമായ ഒരു ആത്മീയ ബലിയാണ്. യേശുവിന്റെ സഹനത്തിന്റെ പാത, ജീസസ് പാത്ത് ഓഫ് സഫറിംഗ്. സെക്കൻഡ്, പാപപരിഹാര ബലി, ദ സിൻ ഓഫറിംഗ് സാക്രിഫൈസ്. തേർഡ്, അടിപ്പിണരാലുള്ള സൗഖ്യം, ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. 4, ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം, ടോട്ടൽ സറണ്ടർ ടു ഗോഡ്. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച സഹനങ്ങളും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തന്നെത്താൻ യാഗമായതും തൻ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകിയതും ധ്യാനിച്ച് പാപബോധത്തെയും പഴയ ശീലങ്ങളെയും ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ച് സമ്പൂർണമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പൂർണ്ണ സമർപ്പണം എന്നത് തോൽവിയല്ല, മറിച്ച് വലിയൊരു വിജയമാണ്. യേശുവിനെ പോലെ കുരിശിന്റെ വഴിയിൽ സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നാം യഥാർത്ഥ സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തെ സഹനത്തോടെ, താഴ്മയോടെ,
ശുശ്രൂഷ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.